LDFിലെ പ്രധാന രണ്ട് കക്ഷികളായ CPM-ഉം CPI-യും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതായിട്ട് കുറേ നാളായി. അതിപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. നിലവിൽ പ്രതിപക്ഷ ഉപനേതൃപദവി സംബന്ധിച്ചാണ് CPI ഉടക്കുവെച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം CPI ഉയർത്തിയിരുന്നു. എന്നാൽ അത് ഗൗരവത്തിലെടുക്കാനോ ചർച്ച ചെയ്യാനോ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ ഒരു പ്രസ്താവന CPIയെ രോഷാകുലരാക്കിയിരിക്കുകയാണ്. ഇന്നലെ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിനിടെ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് പിണറായി നൽകിയ മറുപടി അത് കഴിഞ്ഞ വിഷയമല്ലേ എന്നായിരുന്നു. അവിടെ നിർത്തിയില്ല പിണറായി. ഈ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല, കീഴ്വഴക്കത്തിന് വ്യത്യസ്തമായി മുന്നണി പോകില്ല, CPI ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും കൂടി പറഞ്ഞു. അതായത് CPIയുടെ ആവശ്യത്തെ CPM കാര്യമായി എടുക്കുന്നില്ല, അവർ അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു ഗുണവുമില്ല എന്ന് ചുരുക്കം. ഇത് CPI നേതൃത്വത്തെ ശരിക്കും ചൊടിപ്പിച്ചു. ഇന്ന് ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ നടത്തിയത്. വിഷയത്തിൽ തങ്ങൾ ഒരു ഇഞ്ച് പോലും വിട്ടുതരില്ലെന്നതാണ് CPIയുടെ നിലപാട്. ഇത് അടഞ്ഞ അധ്യായമല്ലെന്നും LDFിനകത്ത് ആ വിഷയം ചർച്ച ചെയ്യണമെന്നും സുനീർ ആവശ്യപ്പെടുന്നുണ്ട്. ഏകപക്ഷീയമായി അടയ്ക്കേണ്ട വിഷയമല്ല എന്നതാണ് CPIയുടെ നിലപാട്. കീഴ്വഴക്കത്തിന് എന്തു പ്രസക്തി? കീഴ്വഴക്കം മാറി മാറി വരാനുള്ളതാണല്ലോ. PM ശ്രീ വിഷയത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ CPIയുടെ നിലപാടാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളിൽ CPI വിരുദ്ധാഭിപ്രായം പറയുമ്പോൾ അത് ചർച്ച ചെയ്യാനോ ഗൗരവത്തിലെടുക്കാനോ മുന്നണി തയ്യാറായിരുന്നില്ല. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായത്. CPI പിന്മാറില്ലെന്നും പ്രതിപക്ഷ ഉപനേതൃപദവി വേണമെന്നും ആവർത്തിക്കുന്നുണ്ട് CPIയുടെ നേതൃത്വം. പിണറായി പറഞ്ഞത് CPMന്റെ നിലപാടാണോ എന്നും CPI ചോദിക്കുകയാണ്. ഇതോടെ CPI-CPM പോര് കൂടുതൽ രൂക്ഷമാകുന്നു. കാലങ്ങളായി ഉപനേതൃസ്ഥാനം തങ്ങൾക്കാണെന്നും കീഴ്വഴക്കം മാറ്റാനാകില്ലെന്നുമാണ് CPM നിലപാട്. അതിനെയാണ് CPI ചോദ്യം ചെയ്യുന്നത്. ഈ തർക്കം കാരണം ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലയളവിൽ ഒരിക്കൽ പോലും LDFിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിഞ്ഞിരുന്നില്ല. അത് നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും കാര്യമായി ബാധിച്ചിരുന്നു. വിഷയത്തിൽ തുടക്കം മുതൽ ഉറച്ച നിലപാടിലാണ് CPI സംസ്ഥാന നേതൃത്വം. ഒരു ഘട്ടത്തിൽ ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കണമെന്ന ആവശ്യം പോലും CPIയിൽ ഉയർന്നു. എന്നാൽ LDF യോഗം ചേരാത്തതിനാൽ വിഷയം ഉന്നയിക്കാനുള്ള സാഹചര്യം CPIക്ക് ലഭിക്കുന്നില്ല. ഉപനേതൃപദവി വാങ്ങിയെടുത്ത് K രാജന് നൽകാനാണ് CPI ആലോചിക്കുന്നത്. എന്നാൽ KN ബാലഗോപാലിന് ആ സ്ഥാനം CPM ഇതിനോടകം അനൌദ്യോഗികമായി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പിണറായിയുടെ ഇന്നലത്തെ വാക്കുകളിൽ കാണാൻ കഴിയുന്നത്. നിലവിൽ 35 അംഗങ്ങളാണ് LDFിന് സഭയിലുള്ളത്. സഭയിൽ മുന്നണിയിലെ 3 പാർട്ടികൾക്ക് മാത്രമേ പ്രാതിനിധ്യമുള്ളൂ. CPMന് 26ഉം CPIക്ക് 8ഉം RJDക്ക് 1 അംഗങ്ങൾ. ഇതിൽ നിന്ന് CPI മാറി നിന്നാൽ പ്രതിപക്ഷം കൂടുതൽ ദുർബലമാകുമെന്ന് ഉറപ്പാണ്. CPI കടുംപിടുത്തവുമായി നിൽക്കുമ്പോൾ വിഷയം വഷളാകുമെന്ന കാര്യം സുനിശ്ചിതം. ഇത്രയും ഉറച്ചു നിന്ന ശേഷം ഇനി വിഷയത്തിൽ നിന്ന് പിന്മാറാൻ CPI നേതൃത്വത്തിന് സാധിക്കുകയുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറും. മാത്രവുമല്ല CPIക്കുള്ളിൽ പോലും അത് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന എതിർപ്പ് കൂടുതൽ രൂക്ഷമാകും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ ബിനോയ് വിശ്വത്തിന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. CPIയെ ചൊടിപ്പിച്ച പിണറായി വിജയന്റെ ഇന്നലത്തെ ആ പ്രതികരണം കാണാം. LDFിന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ടുണ്ട്, യോഗം ചെയ്തു. അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. മുന്നണിയിലൊന്നും നിൽക്കുന്ന വിഷയമല്ല. ഇതൊന്നും മുന്നണിയിൽ ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. അതേപോലെ സ്വാഭാവിക ഇതും അതെ.